ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മോണിറ്റൈസേഷനായി അതിൽ നിന്ന് റവന്യൂ കിട്ടുവാൻ വേണ്ടി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഈ പറയാൻ പോകുന്ന നാലാമത്തെ ഈ ഒരു ക്രൈറ്റീരിയ ആണ്. വാട്സ്ആപ്പ് ഗീസ് റോക്സ്മേഡ് നാസിമാണ്. ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ ആയിട്ട് അതിൽ നിന്നും ഏണിങ്സ് ലഭിക്കാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏണിംഗ് കിട്ടാൻ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. പ്രധാനമായിട്ടും 4 ക്രൈറ്റീരിയസ് ആണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമുക്ക് മുന്നിലേക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതിൽ മൂന്നാമത്തെയും നാലാമത്തെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ തന്നെയാണ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷനായി അതിൽ നിന്നും ഏണിംഗ് ലഭിക്കാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വെയിറ്റ് ചെയ്യേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഏതൊക്കെ തരത്തിലാണ് പണം ലഭിക്കുന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആളുകൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി കണ്ടു നോക്കാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ നോർമൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്തതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അക്കൗണ്ട് സെന്റർ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് താഴെയായിട്ട് പ്രൊഫഷണൽ അക്കൗണ്ട് അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ട്, കൺവേർട്ട് ടു ബിസിനസ് അക്കൗണ്ട് എന്ന് കാണാം. ഇതിൽ ക്രിയേറ്റർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ആദ്യ പടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിനെ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് 18 വയസ്സ് തികയണമെന്നാണ് ഇൻസ്റ്റാഗ്രാം പറയുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ വളരെ കറക്റ്റ് ആയിട്ട് പാലിക്കുക ഒന്നുമില്ല. കാരണം കൊച്ചു കുട്ടികളുടെ അക്കൗണ്ട് വരെ ഇപ്പോൾ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇത്തരത്തില് 18 വയസ്സ് ആകണം എന്ന് ഇൻസ്റ്റാഗ്രാം പറയുന്ന മറ്റൊന്നുമല്ല. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് റവന്യൂ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിലൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ഇതിനു വേണ്ടി സ്വന്തം അക്കൗണ്ട് ആഡ് ചെയ്യാനാണ് ഇൻസ്റ്റാഗ്രാം കറക്റ്റ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 18 വയസ്സ് തികയണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളുടെ കൊച്ചു കുട്ടികളുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ അക്കൗണ്ടും പാൻ നമ്പറും നിങ്ങൾ കൊടുത്താൽ മതി. ഇത് കൊടുത്തു കഴിഞ്ഞാലും ഇതിലെ റവന്യൂ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിലേക്ക്, നിങ്ങൾ ആഡ് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുന്നതാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓൺ കണ്ടന്റ്, സ്വന്തമായിട്ടുള്ള കണ്ടന്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. മറ്റുള്ള ആളുകളുടെ റീയൂസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള റീൽ വീഡിയോയോ പോസ്റ്റോ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. ഇത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വരികയും ഇൻസ്റ്റാഗ്രാമിന്റെ കമ്മ്യൂണിറ്റി വയലേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആകാൻ യാതൊരു വിധത്തിലുള്ള ചാൻസും വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം കണ്ടന്റ്, നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്ന് തെളിയിക്കുന്ന എന്ത് കണ്ടന്റും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആയിട്ടും റീലായിട്ടും ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തിയാക്കുവാൻ വേണ്ടി ഇടാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മോണിറ്റൈസേഷനായി അതിൽ നിന്ന് റവന്യൂ കിട്ടുവാൻ വേണ്ടി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഈ പറയാൻ പോകുന്ന നാലാമത്തെ ഈ ഒരു ക്രൈറ്റീരിയ ആണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ കമ്മ്യൂണിറ്റി വയലേഷൻസോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസോ കിട്ടിയിരിക്കരുത്. നിങ്ങളുടെ അക്കൗണ്ട് പ്രോപ്പർ ആയിട്ട് ത്രൂ ആയിട്ട് സ്മൂത്ത് ആയിട്ട് വേണം പോകുവാൻ. ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റി വയലേഷൻസോ ഗൈഡ് ലൈൻസോ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരിക്കലും മോണിറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കത്തില്ല. എന്ത് തരത്തിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി വയലേഷൻസ് നോക്കുന്നത് നോക്കാം. ഒരുപാട് കമ്മ്യൂണിറ്റി വയലേഷൻസ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് 1-2 കാര്യങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി വയലേഷൻസിൽ വരുന്നത് ഞാൻ പറയാം. ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ കാണിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഒന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ ഹരാസ്മെന്റ് ചെയ്യുന്ന ട്രോൾ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല, മറ്റുള്ള ആളുകളെ നമ്മൾ ചീത്തയൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ഹരാസ്മെന്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ കമ്മ്യൂണിറ്റി വയലേഷൻ വരുന്നതാണ്. അതേപോലെ തന്നെ ബ്ലഡ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വയലേഷൻസ് കിട്ടാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഇനി സെക്സ് പരമായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഇതും കമ്മ്യൂണിറ്റി വയലേഷൻ വരുന്നതാണ്. അതേപോലെ തന്നെ ബെറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ചൂതാട്ടങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ, റീൽസ്, പോസ്റ്റ് എന്തിട്ടാലും ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റി വയലേഷൻസ്, ഇൻസ്റ്റാഗ്രാം പറയുന്ന ഒരു
പോളിസിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു 4 ക്രൈറ്റീരിയാസ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് തരികയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടാൻ തുടങ്ങുകയും ചെയ്യും. ഈ പറഞ്ഞ ക്രൈറ്റീരിയാസിൽ 3ാമത്തെയും 4ാമത്തെയും ക്രൈറ്റീരിയ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ ഒരു 4 ക്രൈറ്റീരിയ പൂർത്തീകരിച്ച് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മോണിറ്റൈസേഷൻ ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടാൻ തുടങ്ങുന്നതുമായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അതിന് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.